എല്ലാവർക്കും നമസ്കാരം. പാട്ടിൻ്റെ പെരുമഴക്കാലം എന്നാണ് ഈ സെഷൻ്റെ പേര്. നമുക്കറിയാം, 2 ദിവസം മുമ്പാണ് നമ്മുടെ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന മലയാളിയുടെ ഒരു ഹൃദയ ഗായകനായിട്ടുള്ള പി ജയചന്ദ്രൻ നമ്മെ വിട്ടുപോയത് 2 ദിവസം മുമ്പാണ്. അപ്പോൾ അദ്ദേഹത്തെ ഓർമ്മിക്കാതെ, അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കാതെ നമുക്ക് ഈ സെഷൻ തുടങ്ങാനാവില്ല. യാദൃച്ഛികമായിരിക്കാം ഇന്നത്തെ ഈ സെഷൻ്റെ വിഷയത്തിൽ ഒരു കാര്യം, ശ്രീ എം ജയചന്ദ്രൻ സ്മൃതി തൻ ചിറകിലേറി എന്നുള്ള ഒരു പുസ്തകമുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടും കൂടിയാണ് ഇന്നത്തെ സെഷൻ. ആ സ്മൃതി തൻ ചിറകിലേറി എന്നുള്ളത് ഒരു പാട്ടിൻ്റെ ആദ്യ വരിയാണ്. എം ജയചന്ദ്രൻ സംഗീതം കൊടുത്ത് പി ജയചന്ദ്രൻ ആലപിച്ച സ്മൃതി തൻ ചിറകിലേറി എന്ന ഒരു പുസ്തകം ആണ്. എം ജയചന്ദ്രൻ തൻ്റെ അനുഭവക്കുറിപ്പുകൾ എഴുതിയ പുസ്തകമാണ്. ഇതുകൂടി ഇന്നത്തെ ഒരു ചർച്ചാ വിഷയമാവുന്നുണ്ട്. അപ്പോൾ ആ മഹാഗായകനുമായിട്ട് എം ജയചന്ദ്രൻ, എം ജെ എന്ന് നമ്മൾ വിളിക്കുന്ന എം ജെക്ക് ഒരുപാട് കാലത്തെ വ്യക്തിബന്ധവും സംഗീതപരമായിട്ടുള്ള ബന്ധവുമുണ്ട്. ഒരുപാട് പാട്ടുകൾ സിനിമയ്ക്ക് വേണ്ടിയും ലളിതഗാനമായിട്ടും ആകാശവാണിക്ക് വേണ്ടിയും ഒക്കെ പി ജയചന്ദ്രനെ കൊണ്ട് അദ്ദേഹം പാടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗായകനുമായിട്ടുള്ള ഒരു അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ജേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും ജേട്ടൻ അനശ്വരനാണ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു കലാകാരൻ അനശ്വരനാകുന്നത്? അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് യുണീക്കായിരിക്കുക, സമാനതകൾ ഇല്ലാതെ ആയിരിക്കുക, അതുല്യനായിരിക്കുക എന്നൊക്കെ. ആ യുണീക്ക് എന്ന് പറയുന്ന ഒരു കലയിൽ ആ യുണീക്നെസ് വരുമ്പോഴത്തേക്കും ആ കലാകാരൻ ഈ കാലത്തിനും അപ്പുറം ജീവിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ജേട്ടൻ അനശ്വരനാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ സമൂഹത്തിന് അദ്ദേഹം എന്താണ് തന്നത് എന്നാണ്. ദശാബ്ദങ്ങളിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പാട്ടായിട്ടുള്ള മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി, അതിങ്ങനെ വന്ന് കരിമുകിൽ കാട്ടിലെ എന്നുള്ള പാട്ടിലൂടെ മറ്റെത്രയോ മറക്കാനാവാത്ത പാട്ടുകളിലൂടെ, പിന്നെ നവീന കാലത്ത് നമ്മൾ വരുമ്പോഴത്തേക്കും കല്ലായി കടവത്തെയും, അതുപോലെ തന്നെ അതിനുശേഷം വന്ന പ്രേമിക്കുമ്പോൾ നീയും ഞാനും എന്ന് പറഞ്ഞ പാട്ട്, അല്ലെങ്കിൽ ഓലഞ്ഞാലി കുരുവി, അല്ലെങ്കിൽ ബാൻഡ് മേളം എന്നുള്ള ആ പാട്ടാണെങ്കിലും, അപ്പോൾ ഏതൊരു ജനറേഷനെയും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ നടത്തിയ ആ ഒരു യുണീക്നെസ് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അനശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹമായിട്ട് സംസാരിക്കുന്നത് ഈ സ്മൃതി തൻ ചിറകിലേറി എന്ന് പറഞ്ഞ ഒരു ലളിതഗാനത്തിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടി. അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മൾ STD, അത് ട്രങ്ക് കോൾ, ഇതൊക്കെ ബുക്ക് ചെയ്തിട്ട് വേണം ചെന്നൈയിൽ അദ്ദേഹമായിട്ട് സംസാരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ വിളിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇതാരാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഞാൻ ജയചന്ദ്രനാണ്. അപ്പോൾ ജയേട്ടൻ പറഞ്ഞു, അതിന് ഞാനല്ലേ ജയചന്ദ്രൻ, നീ ആരാ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു തുടക്കമായിരുന്നു അപ്പോൾ എപ്പോഴും. പക്ഷെ പിൽക്കാലത്ത് ഒത്തിരി പാട്ടുകളുടെ റെക്കോർഡിങ്ങുകളിലൂടെ, അതൊക്കെ അവിസ്മരണീയങ്ങളായിട്ടുള്ള മുഹൂർത്തങ്ങളാണ്. അതിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിട്ടുണ്ട്, സ്നേഹമുണ്ടായിട്ടുണ്ട്. ചില പാട്ടുകളൊക്കെ പാടി കഴിയുമ്പോൾ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കുട്ടാ ഇത് രസമായിട്ടുണ്ടെന്ന് പറയാറുണ്ട്. ഏറ്റവും അവസാനം ഞാൻ അദ്ദേഹമായിട്ട് വർക്ക് ചെയ്തത് റസൂൽ പൂക്കുട്ടി ഡയറക്റ്റ് ചെയ്ത ഒറ്റ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ഗാനമാണ്. അപ്പോൾ ആ പാട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ശേഷം ആദ്യത്തെ ദിവസം പാടിയപ്പോഴത്തേക്കും എന്തോ അതിൻ്റെ ഒരു സോൾ മിസ്സിങ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ ജേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഒന്നുകൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്യണോ? അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഞാൻ നന്നായിട്ട് പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പോവുകയാണ് ചെയ്തത്. പക്ഷെ രാത്രി എന്നെ പിന്നെയും വിളിച്ചിട്ട് ചേട്ടൻ പറഞ്ഞു, കുട്ടാ നാളെ ഞാൻ വരും, നമുക്കൊന്നുകൂടെ പാടാം. അപ്പോൾ ആ ദിവസം, അടുത്ത ദിവസം വന്നിട്ട് അത് പാടിയപ്പോൾ അത് വളരെ സോൾഫുള്ളായിട്ട് തോന്നുകയും അതിനുശേഷം അദ്ദേഹം എനിക്ക് ഒരു പേന ഒരു ഗിഫ്റ്റായിട്ട് തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജയേട്ടൻ ആർക്കെങ്കിലും അങ്ങനെ പ്രസൻറ്റ് ചെയ്തതായിട്ട് എനിക്ക്
ഓർമ്മയില്ല. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് ജേട്ടൻ്റെ നിന്ന് ഗിഫ്റ്റ് വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന്. പക്ഷേ അങ്ങനെ ഒരു ഭാഗ്യം കൂടി എനിക്കുണ്ട്. അതെ, വളരെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് അത്. ഞാൻ പൊന്നുപോലെ ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ജേട്ടനിൽ നിന്ന് ഒരുപാട് സംഗീതം ഇനിയും ഉണ്ടാവേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഭാഗ്യം. അദ്ദേഹം നമുക്കുള്ളത് മലയാളികളുടെ ഭാഗ്യം. അദ്ദേഹം അനശ്വരനാണ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ അദ്ദേഹം ജീവിച്ചുകൊണ്ടേയിരിക്കും നിത്യമായി, അക്ഷരമായി. പി ജയചന്ദ്രനായിട്ട് ചെയ്ത പാട്ടുകളിൽ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ബേബി സഖാവ് പറയുണ്ടായിരുന്നു കണ്ണും നട്ട് കാത്തിരുന്നിട്ടും എന്നുള്ള പാട്ടിനെ കുറിച്ച് പറയുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് ഹിറ്റുകൾ, കല്ലായി കടവത്തെ, ഉറങ്ങാതെ യാവുറങ്ങി, അത്തരം ഒരുപാട് പാട്ടുകൾ ഈ രണ്ട് ജയചന്ദ്രന്മാരും കൂടി മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ ആലാപനം എന്നും പച്ചപിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ നമ്മൾ അവസാനം കണ്ട് സംസാരിച്ചത് 2020 ജനുവരിയിൽ KLF വെച്ചിട്ടാണ്. അന്ന് MJ ആക്ച്വലി മലയാള ചലച്ചിത്ര ഗാന രംഗത്ത് 25ാമത്തെ കൊല്ലം തികക്കിയായിരുന്നു. ഇപ്പോൾ 2025 ജനുവരിയായി 30 വർഷം ചലച്ചിത്ര ഗാന രംഗത്ത് തികക്കിയാണ്. അതിന് ഒരു വലിയ അഭിനന്ദനം അദ്ദേഹത്തെ എല്ലാവരുടെ പേരിലും അറിയിക്കുകയാണ്. 30 വർഷം മലയാള സംഗീത സംവിധാന മേഖലയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഫീറ്റാണത്. അതിന് അദ്ദേഹത്തിന് പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. അതുപോലെ ഈ 2020 ഞങ്ങൾ കണ്ടതിന് ശേഷമുണ്ടായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് സൂഫിയും സുജാതയും എന്ന സിനിമ ചെയ്തു, 19ാം നൂറ്റാണ്ട് ചെയ്തു. ഇത് രണ്ടിനും അവാർഡ് കിട്ടി, സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. സൂഫിയും സുജാതയ്ക്കും പാട്ടിനും അതുപോലെ പശ്ചാത്തല സംഗീതം 2 അവാർഡാണ്. അത് വളരെ അപൂർവമായിട്ടുള്ള ഒരു നേട്ടമാണ്. അതിനും കൂടി തങ്ങളെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഈ ഒരു കാര്യങ്ങളിലേക്ക്, സിനിമാ സംഗീത മേഖലയിലേക്ക് വരുമ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആദ്യമായിട്ട് ഈ സിനിമാ ഗാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഇതിൽ പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ആദ്യം ട്രാക്ക് പാടാൻ പോവുകയാണ് മദ്രാസിലേക്ക്. ആ ട്രാക്ക് പാടുന്നത് ചെറിയ ആൾക്കാർക്കൊന്നും വേണ്ടിയല്ല, പത്മരാജൻ്റെ പടത്തിന് വേണ്ടി, ജോൺസൺ മാഷിന് വേണ്ടിയിട്ടുള്ള ഒരു പാട്ടിന് ട്രാക്ക് പാടാൻ പോകുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ ആ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. ഒരു പാട്ട് പാടാതിരുന്നത് എത്രത്തോളം നന്നായി എന്ന് ഇപ്പം ആലോചിക്കുമ്പോൾ ആ പാട്ടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുക. ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന ചിത്രത്തിലെ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്ന് പറഞ്ഞത്. അപ്പോൾ പത്മനാഭൻ സാറുമായിട്ട് നേരത്തെ അറിയാം. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി എൻ്റെ അമ്മയുടെ ഒരു കസിനും കൂടിയാണ്. അപ്പോൾ അമ്മ എപ്പോഴും രാധമ്മായിയോട്, പത്മനാഭൻ സാറിൻ്റെ വൈഫിനോട് എപ്പോഴും പറയും, കുട്ടനൊരു പാട്ട് കൊടുക്കണം. അങ്ങനെ പറഞ്ഞ് എപ്പോഴും പറയും. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് അമ്മ പറയും, രാധ എത്ര പ്രാവശ്യമായി പറയുന്നു, എന്നിട്ടും പാട്ട് കൊടുക്കുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ പത്മനാഭൻ സാറ് അവസാനം സഹി കെട്ടിട്ടാണ്, ശരി എന്നാൽ കുട്ടനെ ഒന്ന് പാടിപ്പിക്കാം. എന്നെ വീട്ടിൽ വിളിക്കുന്ന കുട്ടൻ എന്നാണ്, ബേബി സാറും കുട്ടൻ എന്ന് വിളിക്കാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ചെന്നൈയിൽ ഒരു റെക്കോർഡിങ്ങിൽ പാടാനായിട്ട്, ട്രാക്ക് പാടാനായിട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ പോയപ്പോഴാണ് ജോൺ സേട്ടനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ കൈതപ്പുറം സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. എന്നെ ഒരു റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ. ആ റൂമിൽ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഭരതൻ സാറും പത്മനാഭൻ സാറും ഉണ്ട്. അതിൻ്റെ കൂടെ കൈതപ്പുറം സാറും ജോൺ സേട്ടനും ഉണ്ട്. ആ 4 പേരുടെ കൂടെ ആ റൂമിൽ ഞാൻ മാത്രമാണ്. അപ്പോൾ ജോൺ സേട്ടൻ ഇങ്ങനെ ഹാർമോണിയത്തിൽ കൈവച്ചിട്ട് ഇന്ന് നമ്മളിപ്പോൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ഹമ്മിങ് ഉണ്ടല്ലോ, അത് പാടുകയാണ്. അപ്പോൾ ഭരതൻ സാർ അത് വളരെയധികം രസിക്കുന്നുണ്ട്. പത്മനാഭൻ സാറും വളരെ ഇൻസ്പയർഡായിട്ട്, അത് അദ്ദേഹത്തിൻ്റെ സിനിമയാണല്ലോ വരാൻ പോകുന്നത്, അതിന് വരുന്ന ഏറ്റവും മികച്ച ഒരു പാട്ടാണെന്നുള്ള രീതിയിൽ അഭിമാനപൂർവ്വം പുരസ്സരം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ജോൺ സേട്ടൻ എന്നോട് പറഞ്ഞു, കേട്ട് പിടിച്ചോളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ ദേവാങ്കണങ്ങൾ ആദ്യം കേൾക്കുന്നത്. അപ്പോൾ പത്മനാഭൻ സാർ എൻ്റെ അമ്മയോട് പറഞ്ഞു, അവൻ ദേവാങ്കണങ്ങൾ എന്നുള്ള പാട്ടിൻ്റെ ട്രാക്ക് പാടട്ടെ. അത് പാടി നന്നാവുകയാണെങ്കിൽ ഇതിൽ വേറൊരു പാട്ടുണ്ട്, ദേവി ആത്മരാഗം എന്ന് പറഞ്ഞ, എല്ലാവരും കേട്ടെ, ദേവി, ആ പാട്ട്. അപ്പോൾ
അങ്ങനെ ഞാനിതൊക്കെ പാട്ടൊക്കെ പഠിച്ച് ഇത് പാടാനായിട്ട് റെഡിയായിരിക്കുന്ന ഒരു സമയത്ത് ജോൺ ചേട്ടനെ അസിസ്റ്റ് ചെയ്യുന്നത് സംഗീത സംവിധായകൻ രാജാമണി ചേട്ടനാണ്. ഇപ്പോൾ രാജാമണി ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ നമുക്ക് സമയമുണ്ട്, റെക്കോർഡിങ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതെന്താ വെച്ചാൽ ജോൺ ചേട്ടൻ്റെ ഫാദറിലോ അന്ന് മരിച്ചുപോയി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ റെക്കോർഡിങ് ക്യാൻസൽ ചെയ്തു. അങ്ങനെ വേറൊരു ദിവസത്തേക്ക് വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെന്നൈയിൽ നിന്ന് ഞാൻ തിരിച്ചു പോകുന്നു. ഇതൊന്നും നടന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഈ എൻജിനീയറിങ്ങിന് പഠിക്കുന്നതുകൊണ്ട് പരീക്ഷ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ആണ് പിന്നെ വിളിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത് പാടാൻ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, നമുക്ക് മലയാളത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അനശ്വരതയുള്ള ഒരു പാട്ട് ഗാനഗന്ധർവൻ്റെ ആ ദേവദുന്ദുബി സാന്ദ്രലയത്തിൽ നമുക്ക് കിട്ടി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ഞാൻ പാടാത്തത് എന്തുകൊണ്ട് നന്നായില്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ പാടാതിരുന്നത് എനിക്ക് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ പറ്റി ഞാൻ ആലോചിക്കുമ്പോൾ അത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. പക്ഷെ അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു വലിയ സംഗീത സംവിധായകനും പെരുമഴക്കാലം പോലെയുള്ള പാട്ടുപാടി ഗായകനുള്ള സ്റ്റേറ്റ് അവാർഡും അങ്ങ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ഇന്ന് അതുപോലെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളെ MT വിട്ടുപോയിട്ട് ആഴ്ചകളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് കഴിഞ്ഞ കൊല്ലമാണ് 2024 MTയുടെ മനോരഥങ്ങൾ എന്നുള്ള കഥകളുടെ ഒരു ആന്തോളജി സിനിമയായിട്ട് വരുന്നത്. അതിൻ്റെ ടൈറ്റിൽ സോങ് MG ആണ് ചെയ്തിട്ടുള്ളത്. താന്നി കുന്നിനുമേതെ എന്നുള്ള ഒരു ഗൃഹാതുരത്വം നിറഞ്ഞ ഒരു MTയുടെ കഥകൾ പോലെ തന്നെ ഗൃഹാതുരത്വം നിറഞ്ഞ ഒരു പാട്ട് റഫീഖ് എഴുതി, അത് M ജയചന്ദ്രൻ സംഗീത സംവിധാനം ചെയ്തു. ആ ഒരു MTയുടെ കഥകളിലുള്ളത് ഒന്നൊരു കാത്തിരിപ്പ്, ഒരു കാത്തിരിപ്പിലൂടെ ഒരു കാലത്തെ മുന്നോട്ടും അതുപോലെ ഗൃഹാതുരത്വത്തിലൂടെ പിന്നോട്ടും നയിക്കുന്ന കഥകളാണ് MTയുടെ. അങ്ങനെ ആ കാത്തിരിപ്പിൻ്റെ ഒരുപാട് പാട്ടുകൾ MG ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ ദേശീയ അവാർഡ് കിട്ടിയ കാത്തിരുന്ന് എന്നുള്ള എന്ന് നിൻ്റെ മൊയ്തീനത്തെ പാട്ടാണ്. ആ പാട്ട് അതിൻ്റെ എന്താ പറയുക, ഒരു രചന, സംഗീത സംവിധാനം, ആലാപനം, അതുപോലെ ചിത്രീകരണം, ഈ എല്ലാ ഘടകങ്ങളിലും ഏറ്റവും മികച്ചതായിട്ടുള്ള, മലയാളത്തിലെ ഏറ്റവും മികച്ച പാട്ടാണ്. അതിൽ ആ മുന്നിൽ പിന്നിൽ എന്നൊക്കെ വരുമ്പോൾ ആ ചിത്രീകരണം ഭയങ്കര രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ആ സംവിധായകൻ. അപ്പോൾ ഇങ്ങനെ ഒരു പാട്ട്, ആ പാട്ടിൻ്റെ ഓർമ്മകൾ ഇതിൽ പങ്കുവെച്ചിരിക്കുന്നത് അച്ഛൻ്റെ ഓർമ്മകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ പുസ്തകത്തിൽ ഞാൻ കണ്ടത്. അപ്പോൾ ആ ഒരു അച്ഛൻ്റെ വേറെയും പാട്ടുകളുണ്ട്, ഇന്നലെ എൻ്റെ നെഞ്ചിലെ. അപ്പം അത്തരം അച്ഛനും പാട്ടുകളുമായിട്ടുള്ള ഒരു ബന്ധം ഒന്ന്. ഈ കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ ആ പാട്ട് കമ്പോസ് ചെയ്യുന്ന ഒരു സമയത്താണ്, അല്ലെങ്കിൽ അത് കമ്പോസ് ചെയ്യാനിരുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് എൻ്റെ അച്ഛൻ വിട്ടുപോകുന്നത്. അപ്പോൾ ഞാൻ എറണാകുളത്ത് എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്താണ് എൻ്റെ ഭാര്യ പ്രിയ പറയുന്നത് അച്ഛൻ പോയി എന്ന്. അപ്പോൾ തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് വല്ലാത്ത സങ്കടമുണ്ടായിരുന്ന ദിവസങ്ങളിൽ ഈ മൊയ്തീൻ്റെ ഡയറക്ടർ വിമൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ പാട്ട് ചെയ്യേണ്ട സമയമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്കൊരു പാട്ടും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ക്രിയേറ്റീവ് എലിമെൻറ്റ്സ് എൻ്റെ കയ്യിലില്ല, ഞാൻ പൂജ്യമായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ വിമൽ പറഞ്ഞു, കുഴപ്പമില്ല, എന്നാലും ചേട്ടാ ഒരു 2-3 ദിവസത്തിനകം നമുക്ക് ആ ഒരു സിറ്റുവേഷൻ്റെ, മൊയ്തീനും കാഞ്ചനമാലയും തമ്മിൽ കാണാതെ ഒരു 10 വർഷം, അതൊരു 4.5 മിനിറ്റിലെ ഒരു പാട്ടായിട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ അത് ഈ കഥയെ ഉൾക്കൊള്ളണം, ഈ കഥാസാരത്തെ ഉൾക്കൊള്ളണം, അതായിരിക്കണം ഈ സിനിമ, ഈ പാട്ടിൽ ഈ സിനിമയുടെ സോൾ വേണം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിമലിനോട് പറഞ്ഞു, എനിക്കത് സാധിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ, ഇപ്പോൾ ഒന്നുമില്ല, എൻ്റെ മനസ്സ് ഒന്നുമേ ഇല്ല, ബ്ലാങ്ക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ഒരു കാത്തിരിപ്പാണല്ലോ എന്ന്. അപ്പോൾ എൻ്റെ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു കുട്ടിക്കാലത്ത് തൊട്ട്. ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടുകൊണ്ടിരുന്നത് അച്ഛൻ പറയുന്ന നോകളാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ എസ് പറയുന്നത് വളരെ വിരളമാണ്. അപ്പോൾ അച്ഛൻ, ഞാനന്ന് വെളിയിൽ കൂട്ടുകാരുടെ കൂടെ നോ അച്ഛാ, എനിക്ക് വയ്യ, ഇന്ന് ഞാൻ സ്കൂളിൽ പോകണം, യു ഷുഡ് ഗോ, ഇങ്ങനെ പറയും. അപ്പോൾ ഏതൊരു കാര്യത്തിലാണെങ്കിലും, നല്ല നല്ല കാര്യങ്ങളിലാണെങ്കിൽ പോലും അച്ഛൻ ചിലപ്പോൾ നോ പറയും. വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു ചിന്തയിൽ ഉള്ള ആളാണ് അച്ഛൻ. അതേസമയം
സ്നേഹം ഒരു കടൽ പോലെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളുമാണ്. അപ്പോൾ അച്ഛൻ, ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് അച്ഛൻ്റെ അടുത്തൊന്നിരിക്കണം. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അച്ഛൻ്റെ മടിയിലിരിക്കണം എന്ന് ആഗ്രഹിച്ചത്. അതിനുശേഷം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കണം, അച്ഛനെ ഒന്ന് ഒരു ഉമ്മ കൊടുക്കണം അച്ഛന് എന്ന് ഓർത്തിട്ടുണ്ട്. പക്ഷെ സാധിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ 44-ാം വയസ്സിലാണ് അച്ഛൻ പോകുന്നത്. അപ്പോൾ ഈ 44 വയസ്സിൽ അച്ഛൻ പോകുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ സ്വപ്നമാണ് എനിക്ക് നഷ്ടപ്പെടുന്നതെന്നില്ല. അച്ഛന് ഒരു ഉമ്മ കൊടുക്കുക, അല്ലെങ്കിൽ അച്ഛനിൽ നിന്നൊരു ഉമ്മ കിട്ടുക എന്നൊക്കെ പറയുന്ന ഒരു ഭാഗ്യം എനിക്കുണ്ടായില്ലല്ലോ എന്ന്. അപ്പോൾ അതൊരു കാത്തിരിപ്പാണല്ലോ എന്ന് എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന വെളിയിൽ, അപ്പം ഞാനിങ്ങനെ ഓർത്തു, മൊയ്തീനും കാഞ്ചനമാലയും ഇതുപോലെ സ്നേഹത്തിൻ്റെ ഒരു കാത്തിരിപ്പാണല്ലോ. എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഒരു ഉമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലൂടെ ഞാൻ പോകുമ്പോൾ അവിടെ മൊയ്തീനും കാഞ്ചനമാലയും ഒരു പ്രണയത്തിൻ്റെ കാത്തിരിപ്പിലൂടെയാണല്ലോ. കാത്തിരിപ്പ് ഏതാണെങ്കിലും അത് സ്നേഹത്തിൻ്റേതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ വേണ്ടതെന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നതാണ് കാത്തിരുന്ന് കാത്തിരുന്ന് തരരരാരി തരരരാരി. അങ്ങനെയാണ് പാടിയത്. പിന്നെ ട്യൂണായിട്ട് പാടി. പക്ഷേ ആദ്യം കാത്തിരുന്ന് എന്ന് തന്നെ വന്നു. അപ്പം ഇത് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു, ഇത് നമുക്ക് ആ സിനിമയ്ക്ക് പറ്റിയതാണ്. ആ സിനിമയുടെ നാടീ ഞരമ്പിലൂടെ ഓടുന്ന ആ പ്രണയത്തിൻ്റെ എന്തൊക്കെയോ ധ്വനികൾ ഈ ഈണത്തിലുണ്ട്, അല്ലെങ്കിൽ ആ വരികളിലുണ്ട് എന്നെനിക്ക് തോന്നി. അപ്പോൾ വിമൽ കേട്ട ഉടനെ വിമൽ പറഞ്ഞു, ചേട്ടാ ഇത് നന്നായി, ഇത് മതി. ഫോണിൽ കൂടെയാണ് ട്യൂൺ കേൾപ്പിക്കണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് റഫീഖ് അഹമ്മദ് വന്നു പാട്ട് എഴുതാനായിട്ട്. അപ്പോൾ ഞാൻ റഫീഖിനോട് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം മാത്രം സജഷനല്ല, ഒരു നിർബന്ധമുണ്ട്. അതായത് കാത്തിരുന്നു എന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ അങ്ങനെയാണ് റഫീഖിന് അതിനെ പ്രത്യേകിച്ച് ഇപ്പോഴും അതിന് നന്ദി പറയുന്നു. അത് സമ്മതിച്ചത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് കാത്തിരുന്ന് എന്നുള്ള പാട്ടുണ്ടാകുന്നത്. പിന്നെ അത് ക്രിയേറ്റ് ചെയ്യുന്നതിലുള്ള വേറൊരു രസകരമായ ഒരു സംഭവം കൂടി ഞാൻ പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു പ്രണയത്തിൻ്റെ കാത്തിരിപ്പ് 2 വർഷത്തേക്കാണെന്ന് വയ്ക്കുക. അപ്പോൾ ഞാനൊരു ഈണം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പല്ലവിയുടെ നീളം എത്ര വേണമെന്നുള്ള, ഇപ്പോൾ കാത്തിരുന്ന് തരരരാരി, ഇത്രയും മതി. ഇത്രയാകുമ്പോഴത്തേക്കും ആ 2 വർഷത്തെ കാത്തിരിപ്പ് അതിൽ എൻകാപ്സുലേറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഇനി ഇതൊരു 5 വർഷമാക്കാന്ന് വെച്ചാൽ ഞാനൊരു ഫിസിക്കൽ മോഡൽ പോലെ ഇപ്പോഴാണ് താരിരാരി തരരരാരി തരരരാരി എന്ന് പാടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു 5 വർഷത്തെ കാത്തിരിപ്പാണെന്ന് പറയാം. പക്ഷേ കാത്തിരിപ്പ് എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും പ്രണയത്തിൻ്റെ, ഇപ്പം തീരുന്നു വിചാരിക്കും, പക്ഷെ തീരുന്നില്ല, പിന്നെയും മുന്നോട്ട് പോകുന്നു, പിന്നെയും തീരുമെന്ന് വിചാരിക്കും, അവിടെയും മുന്നോട്ട് പോകുന്നു. ഒരിക്കലും തീരാത്തതാണ് ഈ കാത്തിരിപ്പ്. അതിൻ്റെ വേദന സഹിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ആദ്യത്തെ ഫ്രേസിൽ ഇത്രയും നീളം വരുന്നത്. താരിരാരി തരരരാരി രരരരാരി, തീരുന്നില്ല. താരരീരരാരിരാ, തീർന്നില്ല. പിന്നെ സങ്കടമാണ്. താരിരാരി, പിന്നെ തരരരാരി. അതിൽ എൻഡിൽ ഒരു സസ്റ്റെയിനാണ്, തരരരാരി എന്ന് ഞാൻ നിർത്തിയിട്ടില്ല. അതെന്താ? കാരണം കാത്തിരിപ്പ് ഒരിക്കലും തീരുന്നില്ല, അത് അനന്തമാണ്. തരരരാരി. പിന്നെ ഓർത്തിരുന്ന് ഇങ്ങനെ തീരാത്ത ഒരു വേദന, ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ആണ്. അതിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കടന്ന്, അങ്ങനെയുള്ള 2 ആൾക്കാരുടെ കഥയ്ക്ക്, അതിലെ കവിതയ്ക്ക്, അതിലെ സംഗീതത്തിന് തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു എലിമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് നാഷണൽ അവാർഡ് ദില്ലിയിൽ ഇന്ത്യൻ പ്രസിഡൻറ്റിൽ നിന്ന് വാങ്ങാനായിട്ടുള്ള ഭാഗ്യമുണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ തരുന്ന ഉമ്മയാണ് എനിക്ക് ഈ അവാർഡ്. അപ്പോൾ ആ ഒരു പാട്ടിലൂടെ ഒരു ലിറിസിസ്റ്റും കൂടിയായി മാറിയല്ലേ ആദ്യത്തെ വാക്കുകൾ.
അല്ല, പല പല പാട്ടുകൾക്ക് ഇങ്ങനെ ഡമ്മി ഉണ്ടാവും. ഇപ്പോൾ അത് ആദ്യം ട്യൂൺ ഉണ്ടാകുമ്പോൾ തന്നെ അങ്ങനെ വരും. അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ലോഹിദാസ് സാറിൻ്റെ അടുത്ത് പാടി, കോലക്കുഴൽ വിളി കേട്ടോ രാധേ എൻ രാധേ, ഇങ്ങനെയാണ് ട്യൂൺ പാടിയത്. ഈ കോലക്കുഴൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് സത്യത്തിൽ അറിഞ്ഞുകൂടാ അപ്പോൾ ഞാനത് ചെയ്യുന്ന സമയത്ത്. പക്ഷേ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു. അപ്പോൾ ഇത് വരുന്നത് എന്നിൽ നിന്നല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണം. അത് എവിടെ നിന്നോ വരുന്നത്, അത് എവിടെ നിന്നാണ് വരണമെന്ന് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പോൾ ഞാൻ ഗിരീഷ് ഏട്ടനോട് ചോദിച്ചു, ഈ കോലക്കുഴൽ എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റേ പുല്ലാങ്കുഴലുമായിട്ടുള്ള വ്യത്യാസം? അപ്പോൾ ഗിരീഷ് ഏട്ടൻ പറഞ്ഞു, അത് കോലമുള കൊണ്ടാണ്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹം ഈ കാലികളെ മേയ്ക്കുന്ന സമയത്ത് ഒരു നീളമുള്ള വടി പോലെയാണ് ഈ പുല്ലാങ്കുഴൽ അദ്ദേഹത്തിൻ്റെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കോലമുള കൊണ്ടുണ്ടാക്കിയ ആ കുഴലായതുകൊണ്ടാണ് അതിന് കോലക്കുഴൽ എന്ന് പറയുന്നത്. അത് കൃഷ്ണനുമായി ബന്ധപ്പെട്ടാണ്, രാധാകൃഷ്ണ സങ്കല്പത്തിൽ ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇതെങ്ങനെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ മണിക്കുയിലേ മണിക്കുയിലേ, അതിങ്ങനെ മണിക്കുയിലേ എന്ന് തന്നെയാണ് പാടിയത്. അത് എന്തുകൊണ്ട് പാടി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ കല്ലായി കടവത്തേ എന്ന് ട്യൂണിൽ പാടിയതാണ്. കല്ലായിയുടെ കടവത്താണ് ഈ കഥ നടക്കുന്നത്, അവിടെ റസിയ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചില ഈണങ്ങളിൽ ഇങ്ങനെ ഡമ്മി ലിറിക്ക്, അതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ എഴുതാൻ വരുന്ന ഇപ്പോൾ കൈതപ്രഭു സാറിൻ്റെ അടുത്ത് പറയുമ്പോൾ സാറ് പറഞ്ഞു കല്ലായി കടവത്തെ അങ്ങനെ തന്നെ വേണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അങ്ങനെയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ അവർ കൂടിയാണ് നമുക്ക് ആ പാട്ട് ആ രീതിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ വരുന്നു, എന്തുകൊണ്ട് വരുന്നു, ഏത് രീതിയിൽ വരുന്നു, ഇനിയും അങ്ങനെ വരുമോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ വന്നു എന്നുള്ളത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഏറ്റവും അധികം പാട്ട് ചെയ്തിട്ടുള്ളത് MG തോന്നുന്നു. ഏറ്റവും അധികം നിങ്ങളുടെ കൂട്ടുകെട്ടിലാണ് മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഗിരീഷ് പുത്തഞ്ചേരിയായിട്ടുള്ള ബന്ധപ്പെട്ട ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു റൂമിൽ ആദ്യം ലിറിക്സ് ആണോ വന്നത്, സംഗീതമാണോ വന്നത് എന്ന് തിരിച്ചറിയാനാവാത്ത വിധം ഒരു ഹാർമോണിയസ് ഒരു ബ്ലെൻഡിലൂടെയാണ് ഓരോ പാട്ടും. പിന്നെ ആ പാട്ടൊക്കെ വരുന്ന ഒരു മൊമെൻ്റൊക്കെ ഇതിൽ വിവരിച്ചിട്ടുണ്ട്. നമുക്ക് ശരിക്കും പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു അധ്യായത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ കൂടെയുള്ള ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഗിരീഷ് കുട്ടഞ്ചേരി എന്ന് പറയുന്നുണ്ട്. കാരണം കുറേ ലിറിക്സ് MJയുടെ സംഭാവന ആയതുകൊണ്ട്. അപ്പോൾ ആ ഒരു ഗിരീഷുമായിട്ടുള്ള ഒരു അനുഭവം, ആ പാട്ട് വിദ്യാസാഗറിന് വേണ്ടി ചെയ്ത പാട്ട് പട്ടാളം, ആ ഒരു സംഭവം കൂടി ഒന്നിവിടെ വിവരിച്ചാൽ രസകരമായിരിക്കും. ഗിരീഷ് ഏട്ടൻ തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ നമ്മളൊരു പുതിയൊരു ഒരു സിനിമയുടെ കമ്പോസിംഗ് ആണ്, നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞൊരു ചിത്രത്തിൻ്റെയാണ്. അപ്പോൾ വിജി തമ്പിച്ചേട്ടനാണ് എൻ്റെ ഡയറക്ടർ. അപ്പോൾ തമ്പിച്ചേട്ടൻ്റെ തന്നെ ഇതിനു മുമ്പേ ഒരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു. അത് വിദ്യാസാഗർ ജിയാണ് മ്യൂസിക് ചെയ്യുന്നത്, അത് ഗിരീഷ് ഏട്ടനാണ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ കമ്പോസിങ് കഴിഞ്ഞെങ്കിലും ആ പ്രോജക്റ്റ് നടന്നില്ല. അപ്പോൾ ഗിരീഷ് ഏട്ടൻ ഇങ്ങനെ വരുമ്പോൾ പറയും, ഇളയരാജ സാറുമായിട്ട് ചെയ്ത താനനന താനന താനനന താനന താരാതിരി താരാരിരി താരരാരി, കണ്ടോ ആണുങ്ങൾ മ്യൂസിക് ചെയ്യുന്നത് നീ കേട്ടോ എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെയൊക്കെ രസകരമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ പറഞ്ഞു, വിദ്യാജിയായിട്ട് ഒരു പാട്ട് ചെയ്തിട്ടുണ്ടോ കേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെങ്ങനെയാണ് ചേട്ടാ? അപ്പോൾ പറഞ്ഞു, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ, അങ്ങനെ പാടി. അപ്പോൾ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ എന്ന് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗിരീഷേട്ടാ നമുക്ക് ഈ സിനിമയിൽ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സോങ് സിറ്റുവേഷനിൽ ഈ ലിറിക്ക് ബ്യൂട്ടിഫുൾ ആയിരിക്കും, അതെനിക്ക് തരുമോ ചേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരു നിമിഷം ഒന്ന് മൗനമായിട്ട് പറഞ്ഞു, തരാം, പക്ഷേ എനിക്കിഷ്ടപ്പെടുന്ന ഈണം നിനക്ക് ചെയ്യാൻ പറ്റണം, ഒരൊറ്റ ചാൻസേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പെട്ടുപോയി. അപ്പോൾ എന്തായാലും മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു ഈണത്തിൽ ഞാൻ പറഞ്ഞു, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വ്യത്യാസമില്ല, റിയാക്ഷനില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും പോരാ, എന്തോ വരാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ സുഖത്തിൽ
ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളേ എന്ന് പറഞ്ഞോ. ആ ശരി, നീ പാട്ടെടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ ജൂണിലെ നിലാമഴയിൽ എന്നുള്ളത്. അത് പിന്നെ ആദ്യം ഞാൻ പാടിയല്ലോ ഈണം, താരിരി തരരര, അത് തന്നെ വിദ്യാജി വേറൊരു സിനിമയ്ക്ക് വേണ്ടി, പട്ടാളം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ അതിൽ ഗിരീഷേട്ടൻ എഴുതി കൊടുത്തു. അങ്ങനെയാണ് ആ ബ്യൂട്ടിഫുൾ സോങ് ഉണ്ടായത്. ആരൊരാൾ പുലർമഴയിൽ ജാലകം, ആ പാട്ട് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കഥകളൊക്കെ ഇതിൻ്റെ അടിയൊഴുക്കുകളായിട്ട് ഉണ്ടായിട്ടുണ്ട്. പാട്ടിനെ കുറിച്ചുള്ള കഥകളും വളരെ രസകരമായിട്ട് ഇപ്പോൾ ഇവിടെ പറയുന്ന പോലെ തന്നെയാണ് ഇതിൽ മനോഹരമായിട്ട് വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കല്ലായി കടവത്തെ എന്നുള്ള പാട്ട് പറഞ്ഞല്ലോ, അതേ സിനിമയിൽ പലതരം പാട്ടുകളാണ് അതിൽ. കല്ലായി കടവത്തെ ഉണ്ട്, അതുപോലെ രാവിൻ പെരുമഴക്കാലം, അതുപോലെ തന്നെ ഒരു ചെന്താർമിഴി ആ പാട്ടുണ്ട്. ആ പാട്ട് വേറൊരു എന്താ പറയുക, വേറൊരു രീതിയിലുള്ള ഒരു പാട്ടാണ്. അപ്പോൾ എന്നോട് ഇവിടെ വരുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു ഈ പാട്ടിനെ കുറിച്ചൊന്ന് ചോദിക്കണം, ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കല്ലായി കടവത്തെ ഉള്ള ഒരു കൾച്ചറൽ സെറ്റിംഗ് അല്ല ചെന്താർമിഴി എന്നുള്ളത്. അതൊരു അഗ്രഹാരത്തിൽ നടക്കുന്നതാണ്. ഇത് വേറൊരു തരം സമുദായത്തിൽ നടക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്യൂൺ കൊടുക്കുമ്പോൾ ഈ ഒരു സാംസ്കാരിക കാര്യങ്ങളും അവരുടെ സാംസ്കാരികമായിട്ടുള്ള പ്രത്യേകതകളും ഇതെല്ലാം ശ്രദ്ധിച്ച് പഠിച്ചിട്ടാണോ ഇത് ചെയ്യുക, അതോ ഇങ്ങനെ ഒരു എന്താ പറയുക ഇൻസ്റ്റിങ്ക്റ്റീവായിട്ട് വരികയാണോ രാഗങ്ങൾ, അത് തീരുമാനിച്ചിട്ടാണോ? അതൊന്ന്. ഈ ചെന്താർമിഴി എന്ന് പറഞ്ഞ പാട്ട് എല്ലാവർക്കും അറിയാം, ഇഷ്ടപ്പെട്ട പാട്ടല്ലേ? ആണല്ലോ അല്ലേ? ആ, ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ പോകേട്ടോ. ആ ഓക്കെ. അപ്പോൾ ഓക്കെ, അപ്പോൾ ചെന്താർമിഴി നമ്മൾ ആ വിഷ്വൽസ് നമുക്കറിയാമല്ലോ. അത് കൽപ്പാത്തിയിലാണ്, അഗ്രഹാരത്തിലാണ്. അപ്പോൾ കൊച്ചിലെ മുതലേ എനിക്കൊരു വലിയൊരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളത്, തിരുവനന്തപുരത്ത് ഏത് സംഗീത കച്ചേരി നടന്നാലും അച്ഛൻ അവിടെ കൊണ്ടുപോകും. MD രാമൻ സാറിൻ്റെ, ചെമ്മൻകുടി ശ്രീനിവാസ അയ്യർ സാറിൻ്റെ, മഹാരാജപുരം സന്താനം, RK ശ്രീകണ്ഠൻ, എത്ര ഗ്രേറ്റ് ഡോയൻസിൻ്റെ കച്ചേരികൾക്ക്. അപ്പോൾ എൻ്റെ അച്ഛനൊരു പ്രത്യേകതയുണ്ട്. അതായത് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മൂളിപ്പാട്ട് അച്ഛൻ്റേതായിട്ടുണ്ടാവും. ഈ മൂളിപ്പാട്ടെന്ന് പറയുന്നത് സിനിമാ പാട്ടുകളല്ല, മിക്കവാറും ഏതെങ്കിലും രാഗമായിരിക്കും. അപ്പോൾ രാഗം എന്ന് പറയുമ്പോൾ അച്ഛന് വളരെ ആനന്ദം കൊടുക്കുന്ന രാഗങ്ങളാണ് ഇഷ്ടം. ആനന്ദഭൈരവി, നീലാംബരി, ഷഹാന, ദ്വിജാവന്തി, ഇത്തരം രാഗങ്ങളാണ് ഇഷ്ടം. അപ്പോൾ രാത്രിയൊക്കെ അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ആ ഗേറ്റ് വരെ ഒരു ചെറിയ ഒരു പാസേജാണ്. അപ്പോൾ അവിടെ നടക്കാൻ കുറച്ച് സമയം വേണം, ഒരു 2 മിനിറ്റ് എടുക്കും. അപ്പോൾ ഒരു രാഗം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആദ്യം ഈ രാഗങ്ങളുമായിട്ട് എനിക്ക് ബന്ധം വരണം. അച്ഛൻ ഇങ്ങനെ പാടുന്ന രാഗങ്ങൾ. അപ്പോൾ അതിനിടയ്ക്ക് അച്ഛൻ പാടും, എപ്പോഴും പാടും, ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്യൂ നീ. അതെന്താ പാടുന്നത്? ഞാൻ ഈ നീലാംബരി രാഗത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് അച്ഛൻ ഇന്ദുമുഖി എന്ന് പാടുന്നത്. അപ്പോൾ ഞാൻ അച്ഛനോട് പിന്നെ ചോദിച്ചിട്ടുണ്ട് ഈ ഇന്ദുമുഖി എന്ന് പറഞ്ഞൊരു പാട്ട് അത് ഏതാണെന്നുള്ളത്. അപ്പോൾ അച്ഛനും അത് അറിഞ്ഞൂടാ. ഈ ഇന്ദുമുഖി എന്നുള്ള ആ ഭാഗത്തെ നീലാംബരിയുടെ ശീതള ഛായയാണ് ശരിക്കും അച്ഛനെ വളരെയധികം ഇഷ്ടപ്പെടുത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ പിൽക്കാലത്താണ് ഞാൻ അറിയുന്നത് ഇത് ഹർഷബാഷ്പം തൂക്കി എന്നുള്ള ജേട്ടൻ്റെ പാട്ടാണെന്നുള്ളത്. അപ്പോൾ ഈ ചെന്താർമിഴിയിലേക്ക് വരുമ്പോൾ അച്ഛൻ എപ്പോഴും ഷഹാന ചുണ്ടത്തുണ്ടാവും. ഇങ്ങനെ പാടും. അപ്പോൾ ഷഹാന MD രാമൻ സാറ്, ബേബി സാറിനറിയാം, ഗിരിപ്പൈ എന്നുള്ള കൃതി, അതുപോലെ എത്രയോ കൃതികൾ മഹാന്മാരൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ വന്ദനമു രഘുനന്ദന സേതു ബന്ധന മൃദുചന്ദന. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ അഗ്രഹാരത്തിൽ അവിടെ ഉണ്ടാവേണ്ട പാട്ട് ഷഹാനയിൽ തന്നെ ആയിരിക്കും. സാധാരണയായ രീതിയിൽ ഞാൻ രാഗങ്ങൾ കണ്ടുകൊണ്ട് പാട്ടുകൾ ചെയ്യാറില്ല, പക്ഷേ ഇവിടെ അത് തന്നെ വേണം, ആ ഒരു കർണാട്ടിക് ശൈലിയിൽ തന്നെ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയാണ് അച്ഛൻ മൂളുന്ന പോലെ ഒന്ന് മൂളി നോക്കിയതാ. അപ്പോൾ
കൈതപ്ര സാറ് കണ്ണൂഞ്ചലാടും മങ്കൈ മണി നീ മാർഗഴി തിങ്കളിൻ മടുമലർ തട്ടിലെ പൊന്മാനോ പാൽ കനവോ എൻ ജീവനിൽ ഒഴുകുന്നു ഞാൻ ഒരു സ്നേഹഗംഗ നൈർമല്യമായി. സ്വാമിയുടെ പാട്ട് നമുക്ക് ഓർക്കാം, ഷഹാനയിലെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ഓ, ഇതൊക്കെ ഷഹാന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാഗമാണ്. അപ്പോൾ ആ രാഗം അല്ലെങ്കിൽ ഞാൻ ആ രാഗത്തിനെ പ്രണയിച്ചാണ് തീർച്ചയായിട്ടും ഈ ചെന്താരമിഴി എന്നുള്ള പാട്ടുണ്ടാക്കിയത്. ഒരു പാട്ടിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ കാണുന്ന ഏത് മേഖലയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർക്കും പ്രശസ്തർക്കും എല്ലാവർക്കും ആഗ്രഹം പാട്ടുകാരനാവണം, പാടാൻ കഴിയണമെന്നാണ്. ആരോട് ചോദിച്ചാലും പറയുക അടുത്ത ജന്മത്തിൽ പാടാൻ പറ്റണം, എന്ത് രസമായിട്ടാണ് പാടണം, എനിക്ക് പാടാം, അങ്ങനെ ഒരു ആഗ്രഹമാണ്. പക്ഷേ താങ്കൾക്ക് ചെറുപ്പത്തിൽ പാട്ടിൻ്റെ കൂടെ തന്നെ വേറൊരു പാഷൻ, ക്രിക്കറ്റ് എന്നിട്ടുള്ളൊരു പാഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് കുട്ടിക്കാലത്ത് എങ്ങനെ ഏതൊരു കുട്ടിയെ പോലെയും അക്കാലത്ത് കേരളത്തിൽ വളർന്നിരുന്ന ഏതൊരു കുട്ടിയെ പോലെയും മട്ട ബാറ്റും ഇതൊക്കെ വെച്ചിട്ട് ഗ്രൗണ്ടിൽ എല്ലാ കുട്ടികളുടെ കൂടെയും ക്രിക്കറ്റ് കളിക്കുക, എന്നിട്ട് ക്രിക്കറ്റിനുള്ള പ്രാന്തായിട്ട് പരീക്ഷാ ഹാളിൽ നിന്ന് ഹാൾ ടിക്കറ്റ് മറന്നു വെച്ച് ഇറങ്ങിപ്പോരുക, ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ഗ്രൗണ്ടിൽ നിൽക്കുമ്പോഴുള്ള ഒരു അനുഭൂതി, കപിൽ ദേവിൻ്റെ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ, അതുപോലെ റിച്ചാർഡ്സിനോടുള്ള ആരാധന, സുനിൽ ഗവാസ്കറിൻ്റെ ബാറ്റിങ്ങിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ അല്ലേ, ധ്യാനം, ഏകാഗ്രത, മനനം, ഇതൊക്കെ പഠിച്ച കാര്യങ്ങൾ, ഈ ക്രിക്കറ്റും ജീവിതത്തിലെ വലിയൊരു പാഷനാണ്. സംഗീതവും അതുപോലെയാണ്. അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ ക്രിക്കറ്റ് ഉപേക്ഷിച്ചത്? ഒരു വിവിയൻ റിച്ചാർഡ്സിനെ കണ്ട സംഭവം, ഇതൊക്കെ ഒന്ന് വിശദീകരിച്ചാൽ നല്ലത്. ബേബി സാറിന് തീർച്ചയായിട്ടും അറിയായിരിക്കും, ഫ്ലൂട്ട് മഹാലിംഗം മാലി, അദ്ദേഹം ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. കച്ചേരികൾക്ക് അദ്ദേഹത്തെ ഈ ക്രിക്കറ്റ് ഫീൽഡിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകേണ്ടി വരുന്ന അവസരങ്ങളായിരുന്നു. അങ്ങനെയായിരുന്നു. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ക്രിക്കറ്ററാണ്. അപ്പോൾ ഞാൻ ചെറുതിലെ ഞാൻ സ്വപ്നം കണ്ടു, അതായത് ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന ഒരു വലിയൊരു ക്രിക്കറ്റർ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അച്ഛനാണെങ്കിൽ ക്രിക്കറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ക്രിക്കറ്റ് എന്നുള്ള ഒരു പദം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കരുത് എന്ന് അലിഖിതമായിട്ടുള്ള ഒരു നിയമവും ആ കാലത്തുണ്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിലായതുകൊണ്ട്. എന്നാലും ക്രിക്കറ്റ് കളിക്കാൻ പോയേ പറ്റൂ, എനിക്കതില്ലാതെ ഒരു ജീവിതമില്ല, ഇല്ല ക്രിക്കറ്റ് ഇല്ലെങ്കിൽ ഒരു ജീവിതമില്ല എന്നുള്ള രീതിയിലായിരുന്നു അന്നത്തെ കാഴ്ചപ്പാട്. അപ്പോൾ ഞാൻ ആലോചിക്കും, അച്ഛൻ രാവിലെ അവിടെ ഇരിക്കുന്ന ആ ഷെൽഫിൻ്റെ അപ്പുറത്തിരുന്ന് അച്ഛൻ ചായ കുടിക്കുമ്പോൾ ഞാൻ ഓർക്കും, എത്ര മാൻ ഓഫ് ദ മാച്ച് അവാർഡ് ഇരിക്കേണ്ട ഒരു ഷെൽഫാണ്, അതിൻ്റെ കീഴിലാണല്ലോ അച്ഛൻ ഇരിക്കുന്നത്. അച്ഛൻ നഷ്ടപ്പെടുത്തുന്നത് ഇന്ത്യയുടെ ഒരു വലിയൊരു കളിക്കാരനെയാണ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് മണ്ടത്തരത്തിൽ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇപ്പോഴും ക്രിക്കറ്റ് പ്രാന്തുണ്ട്. മിനിഞ്ഞാന്നും രോഹിത് ശർമ്മ ഇനി ഇന്ത്യൻ ടീമിൽ വേണമോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു വലിയൊരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാനൊരു പ്രബന്ധം തന്നെ അതിൻ്റെ താഴെ കാച്ചിയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് ഇഷ്ടം. ഇപ്പോഴും എനിക്ക് ടെസ്റ്റ് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് ക്രിക്കറ്റ് എല്ലാ മാച്ചസും മഴ മുടങ്ങി അതല്ലാതെ ബാക്കി എല്ലാ ദിവസങ്ങളും ഫുൾ ടൈം ഇരുന്ന് ഞാനത് കണ്ടിട്ടുണ്ട്. പല റെക്കോർഡിങ്ങുകളും മാറ്റി വെച്ചിട്ടുണ്ട്, പല ഇടങ്ങളിലും പോകേണ്ടത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ക്രിക്കറ്റ് പ്രാന്തം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ക്രിക്കറ്റും ഇപ്പോൾ ഹരി മുന്നിലുണ്ടല്ലോ, ഹരി ഒരു നല്ലൊരു ക്രിക്കറ്ററാണ്, നല്ല ക്രിക്കറ്റ് പ്ലെയറാണ്. അപ്പോൾ ഒരുപാട് സംഗീതജ്ഞർക്ക് ക്രിക്കറ്റുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്രിക്കറ്റ് തീർച്ചയായിട്ടും നമ്മുടെ ബ്ലഡിൽ ഒഴുകുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ നേരത്തെ ദേവാങ്കണങ്ങൾ പാടാത്തത് നന്നായി എന്ന് പറഞ്ഞ പോലെ ഞാൻ ക്രിക്കറ്റർ ആവാത്തത് ഇന്ത്യക്ക് എന്തായാലും നന്നായി എന്നുള്ള അഭിപ്രായം ഇപ്പോൾ ഒരിക്കൽ കൂടി പറയാം, സ്ട്രെസ് ചെയ്ത്. അത് വിവിയൻ റിച്ചാർഡ്സിനെ പറ്റിയിട്ടൊരു പുസ്തകം എഴുതണമെന്ന് ഒരു പാട്ടുണ്ടാക്കണമെന്ന് വിചാരിച്ചു, അത് നടന്നോ? എനിക്ക് എക്കാലത്തെയും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ക്രിക്കറ്റർ ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് ആ ചൂവിംഗ് ഗമ്മോ ഇങ്ങനെ ചവച്ചുകൊണ്ട്
മറ്റ് എതിർ ടീമിൻ്റെ ആരോടും ഒരു റെസ്പെക്റ്റും ഇല്ലാത്ത രീതിയിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പിച്ചിലേക്ക് വന്ന് ഫോറുകളും സിക്സുകളും ഒക്കെ തൂക്കി എറിയുന്ന വിവിയൻ റിച്ചാർഡ്സൺ. അപ്പോൾ വിവിയൻ റിച്ചാർഡ്സിനെ ദുബായിൽ വെച്ചിട്ട് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നായിട്ട്. ഒരിക്കൽ വിവിയൻ റിച്ചാർഡ്സിന് വേണ്ടി ഒരു പാട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് പറയും ചെയ്തു, പക്ഷേ ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇത് ചെയ്യും തീർച്ചയായിട്ടും. അത് എത്രയും വേഗം നടക്കട്ടെ. വിവിയൻ റിച്ചാർഡ്സിനെ പറ്റി കേരളത്തിൽ നിന്നൊരു പാട്ട്. പിന്നെ ഈ SPB ആയിട്ടുള്ള ഓർമ്മകൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ മലയാളത്തിൽ ഏറ്റവും അധികം മലയാള ഭാഷയ്ക്ക് പുറമേ ഉള്ള ഭാഷകൾ ഉപയോഗിച്ചിട്ടുള്ള പാട്ടുകൾ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് M ജയചന്ദ്രനാണ്. അതായത് ഒരു പാട്ടിൽ തെലുങ്ക് വരുന്നുണ്ട്, അത് ഒരു സിനിമയിൽ തെലുങ്ക് പാട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആമി എന്നുള്ള പാട്ടിൽ ബംഗാളി വരുന്നുണ്ട്, ഹിന്ദി വരുന്നുണ്ട്. അങ്ങനെ പല ഭാഷകളും മലയാളം പാട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് ജയചന്ദ്രൻ. അപ്പോൾ SPBനെ കൊണ്ടൊരു തെലുങ്ക് പാട്ടാണ് ഷിക്കാറിന് വേണ്ടി പാടിക്കുന്നത്. അപ്പോൾ SPB ആയിട്ട് ഉള്ള ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കും. SPB സാറിനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കണം എന്നുള്ളത് എക്കാലത്തെയും എൻ്റെ ആഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഇളയരാജ സാറുമായിട്ടുള്ള പാട്ടുകൾ, പ്രത്യേകിച്ച് നിലാവേവ, സുന്ദരി, ഒരു കണ്ണാൽ ചെയ്തി, എത്ര 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 അനശ്വരങ്ങളായിട്ടുള്ള പാട്ടുകളാണ്. ഇപ്പോൾ ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാനൊരു സംഗീത സംവിധായകനാകണമെങ്കിൽ തീർച്ചയായിട്ടും SPB സാറിനെ കൊണ്ട് ഒരു പാട്ടെങ്കിലും പാടിപ്പിക്കണം. പക്ഷേ മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ ഡിക്ഷൻ എത്രത്തോളം നന്നാവും എന്നുള്ള ഒരു പേടി കാരണമാണ് അദ്ദേഹത്തെ മലയാളത്തിൽ അതുവരെ മലയാള ഗാനങ്ങൾക്കൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വിളിക്കാത്തത്. പക്ഷേ ഷിക്കാർ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു തെലുങ്ക് പാട്ട് തന്നെയുണ്ട്, ഒരു വിപ്ലവത്തിൻ്റെ ഒരു സോങ് ഉണ്ട്, പ്രതിഘടിൻസു പ്രതിഘടിൻസു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കമ്പോസ് ചെയ്തപ്പോൾ ഞാൻ ഡയറക്ടറോട് പറഞ്ഞു, നമുക്ക് ഇത് SPB സാറിനെ കൊണ്ട് പാടിപ്പിക്കാം. അപ്പോൾ അങ്ങനെ SPB സാറിൻ്റെ മാനേജറുമായിട്ട് സംസാരിച്ചു, അദ്ദേഹം വരാമെന്ന് ഏറ്റു. അപ്പോൾ ഈ റെക്കോർഡിങ്ങിന് തലേ ദിവസം ആ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, SPB സാറിന് ഈ പാട്ട് കേൾക്കണം, പാട്ട് കേട്ടിട്ട് തീരുമാനിക്കും ഈ പാട്ട് പാടണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അറിവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സന്ദർഭമാണത്. അപ്പോൾ ഞാൻ കരുതി യേശുദാസ് സാർ എത്രയോ പാട്ട് പാടിയിരിക്കുന്നു, സാർ ഒരിക്കലും ആ പാട്ട് കേട്ടിട്ടേ പാടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഹരിഹരൻ സാർ പാടിയിട്ടുണ്ട്, ശങ്കർ മഹാദേവൻ ജി പാടിയിട്ടുണ്ട്, വാണി ജയറാം അമ്മ പാടിയിട്ടുണ്ട്, സുശീലമ്മ പാടിയിട്ടുണ്ട്, എത്രയോ വലിയ വലിയ പാട്ടുകാർ പാടിയിട്ടുണ്ട്. പക്ഷെ ആരും ഈ പാട്ട് കേട്ടാലേ നാളെ റെക്കോർഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ SPB സാറിനെ വിളിക്കണോ എന്ന് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ ഓർക്കസ്ട്ര മാനേജർ വിൻസെൻ്റേട്ടനോട് പറഞ്ഞു, എന്നാൽ പിന്നെ SPB സാർ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ വിൻസെൻ്റൻ പറഞ്ഞു, അങ്ങനെയല്ല കുട്ടാ, അങ്ങനെയല്ല, അങ്ങനെ വേണ്ട, നമുക്ക് എന്തായാലും തീരുമാനിച്ചതല്ലേ, നമുക്ക് അദ്ദേഹം തന്നെ പാടട്ടെ, ഇങ്ങനെയുള്ള ഈഗോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം സ്റ്റുഡിയോയിൽ വന്നു. അപ്പോൾ തന്നെ ഞാൻ താഴെ പോയി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത് നേരിട്ട്. അദ്ദേഹം എൻ്റെ കഴുത്തിൽ കൂടെ ഇങ്ങനെ ഒരു കൂട്ടുകാരനെ പോലെ ഇങ്ങനെ കൈയിട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ജയചന്ദ്രൻ, ഐ ഹവ് ഹേർഡ് സം ഓഫ് യുവർ സോങ്സ്, നൈസ് വൺസ്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി മേളിലോട്ട് വന്നു. അപ്പോൾ അവിടെ ഒരു സാധാരണ ചെരുപ്പുകളൊക്കെ വയ്ക്കുന്ന ഒരു റാക്കുണ്ട്. അപ്പോൾ ഞാനൊക്കെ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ഈ റാക്കിലോട്ട് ഈ കാല് കൊണ്ടൊന്ന് കുടഞ്ഞ് ആ ചെരുപ്പ് അങ്ങോട്ട് വീഴ്ത്തുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇങ്ങനെ എടുത്തു വയ്ക്കുന്നില്ല. ഈ 20,000 പാട്ട് പാടിക്കുന്ന SPB സാറ് അവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചെരുപ്പുകൾ ഇങ്ങനെ കൈകൊണ്ട് എടുത്ത് കൃത്യമായ ഒരിടത്തിൽ വച്ചു. അപ്പോൾ തന്നെ എനിക്ക് തോന്നി, അദ്ദേഹം പറയാണ്, ദിസ് ഇസ് ഡിസിപ്ലിൻ, ഇതാണ് ഒരു മ്യൂസീഷ്യന് വേണ്ട ഡിസിപ്ലിൻ എന്ന് അദ്ദേഹം പറയാതെ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും അദ്ദേഹം എന്നോട് പറഞ്ഞു, ജയചന്ദ്രൻ, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നലെ നിങ്ങളുടെ പാട്ട് കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്തെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, SPB എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള പാട്ടും ഏത് റേഞ്ചിലുള്ള പാട്ടും എങ്ങനെയും പാടും എന്നുള്ളൊരു വിചാരമുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളൊരു പാട്ടുകാരനാണ്. എനിക്ക് ഈ പാട്ട് പാടാൻ പറ്റുമോ ഇല്ലയോ, അതിൻ്റെ റേഞ്ച് എനിക്ക് എത്താൻ പറ്റുമോ, നിങ്ങളുടെ പാട്ട് വേണ്ട രീതിയിൽ അത് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ എനിക്ക് പാടാൻ പറ്റുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പാട്ട് ഞാൻ ചോദിച്ചത്, അല്ലാതെ അത് ഇവാലുവേറ്റ് ചെയ്യാനല്ല. ഞാൻ ചോദിക്കാതെ തന്നെ അദ്ദേഹം പറയാണ്. പിന്നെ ഞാൻ രാത്രി 1 മണിക്കാണ് എൻ്റെ ഒരു കോൺസേർട്ട് കഴിഞ്ഞ് വന്നത്.
രാവിലെ 3:30 വരെ ഞാൻ ഇരുന്നിട്ട് ഈ പാട്ട് പഠിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഇപ്പം തന്നെ അത് റെക്കോർഡ് ചെയ്യാമെന്ന്. അപ്പോൾ ആ സമയത്ത് എനിക്ക് വേറെ ഒന്നും തോന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് നമസ്കരിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ അറിവില്ലായ്മ ഞാൻ ഒരിക്കൽ കൂടി തിരിച്ചറിയുന്നു. അങ്ങ് എനിക്ക് ഗുരുനാഥനാണ്. അങ്ങ് ഇപ്പോൾ പഠിപ്പിച്ച ഈ പാഠം ഒരു കലാകാരന് ഈഗോ പാടില്ല എന്നും മുൻവിധി പാടില്ലെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഥനം എൻ്റെ മനസ്സിൽ, ഈ ശരിയുടെയും തെറ്റിൻ്റെയും ഒരു മഥനമുണ്ട്. ഒരു മ്യൂസീഷ്യന് അത് എപ്പോഴും വളരെയധികം ആവശ്യമാണെന്ന് തോന്നുന്നു. കാരണം നാച്ചുറലായിട്ടാണ് മ്യൂസിക് വരേണ്ടത്. ഇപ്പോൾ നാച്ചുറലായിട്ട് വരുന്ന മ്യൂസിക് ആണ് കാലത്തിനും അപ്പുറം ജീവിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ വന്ന മ്യൂസിക്കാണ് SPB സാറിൻ്റെ. അത് പാടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ നമ്മൾ കുറേ ഇത് കേട്ടിട്ടുണ്ട്, സംഗീതം കൊണ്ട് ആത്മഹത്യയിൽ നിന്ന് ഒഴിവായി പോയത്, ഒരു പാട്ട് കേട്ടിട്ട് ജീവിക്കാൻ തോന്നിയ കാര്യങ്ങളൊക്കെ. ഇതിലും അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ അരുൾ, അൻപ്, അനുകമ്പ മൂന്നിനും പൊരുൾ ഒന്നാണ് എന്ന് പറയുന്നുണ്ട് അനുകമ്പ ദശകത്തിൽ ശ്രീനാരായണ ഗുരു. അരുളുള്ളവനാകുക എപ്പോഴും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം. അതുപോലെ ഒരു ആരാധകൻ, MJയുടെ സംഗീതത്തിൻ്റെ ഒരു ആരാധകൻ ഒരു കാലങ്ങൾക്ക് ശേഷം ചെവിയിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം വന്ന് വീഴുകയാണ്, എവിടെയോ അപകടത്തിൽപ്പെട്ടിട്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു അവസരം കിട്ടി. സംഗീതത്തിലൂടെയാണ് അത് നടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെക്കുറിച്ച് വളരെ ചുരുക്കി ഈ ഒരു ചോദ്യം കൂടി കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ, 1-2 ചോദ്യങ്ങളും കൂടി ഉണ്ടാവും. ശരിക്കും ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഈ പുസ്തകത്തിലാണുള്ളത്. ഞാനത് പറഞ്ഞാലും അത് പറഞ്ഞ് പരിപ്പിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഇത് വായിച്ചാൽ മാത്രമാണ് അത് മനസ്സിലാവണേ. എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പ്രദീപ് എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു പാട്ട് പാടാനായിട്ട് വന്നതാണ്. കുറേ വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു കോൾ വരുന്നു. ആ കോൾ വരുമ്പോഴത്തേക്കും അദ്ദേഹം പറയുന്നത് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ പെട്ടിരിക്കുകയാണ്, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, ജേട്ടൻ എന്നെ രക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് സൗത്ത് ആഫ്രിക്കയിൽ എനിക്ക് ആരെയും പരിചയമില്ല. ഒരുപാട് പേരെ വിളിക്കുകയും കുറേ ദിവസങ്ങൾ ഞാൻ ട്രൈ ചെയ്ത് അവസാനം ഒരു വഴിയിലൂടെ പ്രദീപ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു അഡ്വഞ്ചർ ഒരു സ്റ്റോറി പോലെയാണ്. അപ്പോൾ അത് ഈ പുസ്തകത്തിനകത്ത് കൃത്യമായിട്ടിരിക്കട്ടെ. വേറൊരു കാര്യം ഏറ്റവും എന്നെ ആകർഷിച്ചത്, ഈ സംഗീതത്തിന് ഭാഷയോ അതിർവരമ്പുകളോ ഇല്ല എന്ന് കാണിക്കുന്ന തുജോ മേരേ സുർമീ ആ പാട്ട് ഒരു പാകിസ്ഥാനി ഒരു ക്യൂവിൽ നിന്ന് പാടുന്നു, അതിൻ്റെ ബാക്കി MJ പാടുന്നു. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററായിട്ട് എനിക്ക് തോന്നി. ആ ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് സദസ്സിലേക്ക് പോവാം. ദുബായിൽ ഒരു ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നമ്മൾ എമിഗ്രേഷൻ്റെ അവിടെ പോകുമ്പോഴത്തേക്കും ഒരു വലിയ ക്യൂ ഉണ്ടാവും. അപ്പോൾ അതിൽ എൻ്റെ തൊട്ട് മുമ്പേ ഒരു ജുബയൊക്കെ ഇട്ട് ഒരു നല്ല താടിയും മീശയൊക്കെ ഉള്ള ഒരാളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പൊക്കത്തിൽ നോക്കാം. അദ്ദേഹം പൊക്കത്തിൽ നിന്നാണ് എന്നെ നോക്കണമെന്ന് പറയാൻ പറ്റുമോ, അത്രയും പൊക്കമുള്ള ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് മറ്റോ ആണോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന്, നോർത്ത് ഇന്ത്യയിൽ നിന്നാണോ എന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതിനിടയിൽ ഇദ്ദേഹം ചില പാട്ടുകൾ പാടുന്നുണ്ട്. ക്യൂ പതുക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മുടെ അറബി ചേട്ടന്മാരൊക്കെ ഈ പാട്ട് പാടിയതുകൊണ്ട് ഇദ്ദേഹത്തിന് അകത്ത് പിടിച്ച് വല്ല ഇടുവോ എന്നുള്ള രീതിയിലുള്ള ഒരു ഉച്ചത്തിലാണ് ഈ പാട്ടുകളൊക്കെ പാടുന്നത്. ഇപ്പം മുഹമ്മദ് റഫീ സാറിൻ്റെ പാട്ട് പാടുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഗുലാം അലി സാറിൻ്റെ ഒരു ഗസൽ പാടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പാടി തുജോ മേരേ സുർമേ, യേശുദാസ് സാർ പാടിയ പാട്ടാണ് ചിച്ചോർ എന്ന് പറഞ്ഞ സിനിമയിൽ. അപ്പോൾ എനിക്ക് അത്ഭുതമായി, ഇദ്ദേഹം നമ്മുടെ ദാസാറിൻ്റെ പാട്ട് പാടുന്നു, പിന്നെ പാടുന്നു തുജോ മേരേ സുർമേ. അപ്പം ഞാൻ ചോദിച്ചു ഇദ്ദേഹം എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ലാഹോറിൽ നിന്നാണ്. അപ്പോൾ ഒരു ലാഹോറിൽ നിന്നുള്ള ഒരാൾ നമ്മുടെ യേശുദാസ് സാറിൻ്റെ ഒരു പാട്ട് പാടുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. മ്യൂസിക് എന്ന് പറയുന്നത് എല്ലാവരെയും അടുപ്പിക്കുന്ന കാര്യം, അടുപ്പിക്കുന്നതല്ല അടുപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ കൂടെ കൂടണമെന്ന്. അപ്പോൾ തുജോ മേരേ സുർമേ, അപ്പം ഞാൻ പാടി സുരുമിലാലേ, നമ്മൾ സ്വരങ്ങൾ ചേർക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സംഗ് ഗാലേ, ഒന്നിച്ച് പാടാം तो जिंदगी हो जाए സഫൽ, അങ്ങനെയാണെങ്കിൽ ഈ ജീവിതം സഫലമായി എന്നാണ്. അത്രയും പറഞ്ഞപ്പോഴത്തേക്കും അവിടെ എമിഗ്രേഷനിലുള്ള അറബി ചേട്ടൻ അദ്ദേഹത്തെ വിളിച്ചു.
കം കം നെക്സ്റ്റ് യു എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അവിടെ പോയി അദ്ദേഹം നിൽക്കുന്ന സമയത്ത് എന്നെ വേറൊരു അറബി ചേട്ടൻ വേറൊരു സൈഡിലേക്ക് വിളിച്ച് ഞാൻ ആ കൗണ്ടറിലേക്ക് പോയി. അതിനുശേഷം ഈ ലാഹോർ പഠാണിയെ ഒരിക്കലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു വളരെ എന്താണ് രസകരമായ ഒരു അനുഭവം അല്ലെങ്കിൽ അനുഭൂതി ശരിക്കും സംഗീതത്തിലൂടെ എല്ലാവരെയും ഈ മ്യൂസിക് ഇസ് യൂണിവേഴ്സൽ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ള മാത്രമല്ല സംഗീതം, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് സംഗീതം. സംഗീതത്തിലൂടെ നമ്മൾ കൊണ്ടുവരുന്ന സമാധാനമാണ്, സ്നേഹമാണ്, നന്മയാണ് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു തന്ന ഒരു അനുഭവമാണ് തീർച്ചയായിട്ടും. അങ്ങനെ എല്ലാ സ്വരങ്ങളും ഒന്നാവുന്നിടത്ത് നമുക്ക് ആ ഒരു നോട്ടിൽ ഇവിടെ നിർത്തി സദസ്യരിലേക്ക് പോവാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ വളരെ ചുരുക്കി. ഹലോ, ജയേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് ബാബുക്കയുടെ പാട്ടുകളെ കുറിച്ചിട്ട്. അദ്ദേഹം സിന്ധു ഭൈരവിയിൽ ഗംഭീരമായി പാടിയെന്നൊക്കെ, സിന്ധു ഭൈരവി രാഗത്തിലെ ഗംഭീരമായി പാടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ആ രാഗത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടും കൂടിയില്ല എന്നുള്ള രീതിയിൽ പറയുന്നത് കണ്ടു. അപ്പോൾ മലയാള സിനിമയിലെ പാട്ടുകളിൽ ചില പാട്ടുകളിൽ രാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ചിലതിൽ പല രാഗങ്ങൾ കൂടിച്ചേർന്ന് വരുന്നുണ്ട്, ചിലതിൽ രാഗങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയണം. അതേപോലെ തന്നെ ഈ വരികൾക്കൊപ്പം തന്നെ ഞാൻ ഇത് പറഞ്ഞോട്ടെ അല്ലെങ്കിൽ പറഞ്ഞോ? ഓക്കെ ഓക്കെ. ഞാൻ ദേവരാജ മാസ്റ്റർ എന്നോട് പറഞ്ഞ ഒരു കാര്യം പറയാം. കേൾക്കൂ മകനെ. അതായത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച ആ ചോദ്യത്തിന് എനിക്ക് കിട്ടിയ ഉത്തരം ഇവിടെ പറയാം. എൻ്റെ ഗുരുനാഥനാണല്ലോ. അപ്പോൾ മാസ്റ്റർ ഈ രാഗങ്ങൾ ബേസ് ചെയ്ത് ആദ്യമേ ഒരു രാഗം എടുത്തിട്ടാണോ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു, ഒരിക്കലും എൻ്റെ മനസ്സിൽ ഞാൻ രാഗങ്ങൾ ആദ്യമേ തീരുമാനിച്ചുകൊണ്ട് ഒരു മുൻവിധിയോടുകൂടി ഒരു പാട്ടും ചെയ്തിട്ടില്ല. അതിങ്ങനെ ചെയ്തു പോകുമ്പോൾ ചില രാഗങ്ങളുടെ ഛായകൾ വരികയാണെങ്കിൽ അത് വന്നോട്ടെ എന്ന് വിചാരിക്കുക, അത് മാറ്റി വയ്ക്കേണ്ട, അതിന് ക്രിമിനൽ കേസൊന്നുമില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ സാമ്യമകന്നൊരു ഉദ്യാനമേ എല്ലാവരും പറയും അത് ദേവരാം മാസ്റ്റർ കരഹരപ്രിയ രാഗത്തിൽ ചെയ്തിരിക്കുന്നു പറയുന്നത്. അപ്പോൾ ഞാൻ മാസ്റ്ററോട് പറഞ്ഞു, അപ്പോൾ മാസ്റ്റർ പറഞ്ഞു അത് കരഹരപ്രിയയുടെ ഛായകളുണ്ട്, അത് ഞാൻ കരഹരപ്രിയയിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല എന്ന് മാസ്റ്റർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. ഇതെല്ലാം സംഭവിക്കുന്നതാണ്, സംഭവിപ്പിക്കുന്നതല്ല. രാഗം എന്ന് പറയുന്ന ഒരു ഫോർമുലയാണ്. ചില സമയത്ത് ആ ഫോർമുലയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അരി വെന്ത് വരും എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ആ ഫോർമുല പക്ഷേ നമ്മൾ കേട്ട് 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 ഒരു രാഗത്തിൻ്റെ ഛായകൾ പല സംഗീത സംവിധായകർ ഉപയോഗിച്ച് ആ രാഗത്തിൻ്റെ ഭാവങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞ പോലെയാണ്. അപ്പോൾ അതാണ് എനിക്ക് അതിനെപ്പറ്റി. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ പറഞ്ഞത്. പറഞ്ഞു. അതായത് ലിറിക്സ് പോലെ തന്നെ വരികൾ പോലെ തന്നെ രാഗങ്ങളും ചില ഭാവങ്ങളെ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ്. നമസ്കാരം സാർ. നമസ്തേ. ഒരു റിക്വസ്റ്റ് ആണ്. എന്ന് നിന്റെ മൊയ്തീനിലെ കാത്തിരുന്നു കാത്തിരുന്നു അതൊന്ന് ഒരു 4 വരി പാടിത്തരുമോ? അതായിരുന്നു നേരത്തെ പാടിയിരുന്നത്, അതായിരുന്നു. അപ്പോൾ സഹോദരി ഇല്ലായിരുന്നു അല്ലേ? ഇപ്പോഴാണോ? ഇല്ല, ഇപ്പോഴാണ് വന്ന്. ഓക്കെ. വൈ ആർ യു ലേറ്റ് ടു ദ ക്ലാസ്? ഓക്കെ, കുഴപ്പമില്ല. നമ്മുടെ സഹോദരിക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ. കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമേലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി വേനലിന്തലങ്ങൾ പോൽ വളകളൂർന്നു പോയി. താങ്ക് യു. മറ്റു ചോദ്യങ്ങളുണ്ടോ? ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കണോ? ഓ, അങ്ങോട്ട് ചോദിക്കണോ? ചോദിക്കാം ചേട്ടാ. ബോറടിച്ചില്ലല്ലോ അല്ലേ? ആ, പാട്ട് പാടിയില്ലേ? ഇനിയും പാടണോ? ഇനി അവസാനം പാട്ട് പാടി എന്നെ ശരിയാക്കാനാണോ? ഓക്കെ. നമുക്ക് മറ്റു ചോദ്യങ്ങളൊന്നുമില്ല എങ്കിൽ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം മാം. മറ്റു ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഓ, മാഷ് പാടുന്നുണ്ടോ? ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ,
കാറ്റൻ മൺവിളക്കുതിയില്ലേ, കൂരിരുൾക്കാവിൻ്റെ മുറ്റത്തെ മുല്ല പോഴൊറ്റയ്ക്കു നിന്നില്ലേ. ഇത് നല്ല രസമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ പോയതിൽ ബാലേട്ടൻ്റെ സങ്കടമാണ് ഈ പാട്ടിൽ. നമ്മളെല്ലാം കൈയടിച്ചുകൊണ്ട് അതിനെ ഒരു ആഘോഷമാക്കണം. ഒരു കച്ചേരി ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത്, റഹീമേ ഒരു കച്ചേരി പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നോട്ടീസ് വന്നു. ആ നോട്ടീസിൽ കച്ചേരിയാണ്, ക്ലാസിക്കൽ കച്ചേരിയാണ്. അപ്പോൾ ഭയങ്കര ജന. അപ്പോൾ ഇന്നലെ എൻ്റെ നെഞ്ചിലെ പാടണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ നോക്കി. അപ്പോൾ മെയിനായിട്ടുള്ള കൃതികളൊക്കെ പാടിക്കഴിഞ്ഞു. ശരി, ഇന്നലെ എൻ്റെ നെഞ്ചിൽ പാടണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മൃദംഗം വായിച്ച മാവലിക്കര രാജു സാർ പറഞ്ഞു, ആ പാടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും പാടാതെ പിന്നെയും ഒരു നോട്ടീസ്, ചെറിയ തുണ്ട് പേപ്പർ വന്നു. ഇന്നലെ എൻ്റെ നെഞ്ചിലെ പാടാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റും എന്ന് കരുതണ്ട എന്ന്. അപ്പോൾ പിന്നെ അവസാനം പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ അത്രയും സ്പീഡായിട്ട് സന്തോഷമായിട്ട് കൂരിരുൾക്കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലെ ഒറ്റയ്ക്ക് നിന്നതൊക്കെ വളരെ സ്പീഡായി പോയി. അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ, കാറ്റൻ മൺവിളക്കുതിയില്ലേ, കൂരിരുൾക്കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ, കാറ്റൻ മൺവിളക്കുതിയില്ലേ, കൂരിരുൾക്കാവിൻ്റെ മുറ്റത്തെ മുല്ല പോൽ ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി എം ജയചന്ദ്രൻ സർ, ഇങ്ങനെ ഒരു സംഗീതാത്മകമായിട്ടുള്ള ഒരു സെഷന് വേണ്ടിയിട്ട്. ഞാൻ വസീഫിനോട് പറയുകയായിരുന്നു, ഈ ബീറ്റ ജനറേഷൻ 2025 ബീറ്റ ജനറേഷൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്കാണ് പഴയ ജനറേഷനും കുറേ പാട്ടുകളുമായിട്ട് രണ്ടുപേരിവിടെ, പഴയ ജനറേഷൻ എന്നുള്ള രണ്ടുപേരിവിടെ വരുന്നത്. എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുന്ന അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ തീർച്ചയായിട്ടും ആസ്വാദ്യകരമായിരുന്നു തങ്ങളുടെ പാട്ടുകളും വാക്കുകളും. വളരെ നന്ദി. ഇത് ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കും നന്ദി. താങ്ക് യു.